ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ യു എയിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നിങ്ങൾ യു എയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് അടുത്തൊരു ജോലി കിട്ടി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ നിന്ന് നിങ്ങൾ എക്സിറ്റായി പുതിയ ജോലിക്ക് ജോയിൻ ചെയ്തു. പക്ഷേ പഴയ കമ്പനിയിൽ, അതായത് ഓൾറെഡി നിങ്ങൾ വർക്ക് ചെയ്ത കമ്പനിയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് അവർ തന്നില്ല, നിങ്ങൾക്ക് പക്ഷേ ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യു എ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ കയറി തന്നെ അതായത് നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് യു എയിലെ ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്തതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് യു എ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു പോർട്ടലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതാണ് ആ പോർട്ടൽ, എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുക എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അതിനായിട്ട് ആദ്യമേ MOHRയുടെ UAE വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. ഇതിൻ്റെ അകത്ത് ലോഗിൻ വിത്ത് UAE പാസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ UAE പാസ് ഉപയോഗിച്ച് നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. ആപ്ലിക്കേഷൻ്റെ അകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഈ ഇൻ്റർഫേസിൻ്റെ അകത്ത് ഷോ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് ആ ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത് കാണാം. ഈ ഓപ്ഷൻസിൻ്റെ അകത്ത് ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന എല്ലാ സർവീസസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴെയായിട്ട് പോവുക. താഴെ പോകുകയെന്നുണ്ടെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. ഇതിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് കാണിക്കുന്നത്. അതിനുശേഷം എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ടോ, അതുപോലെ തന്നെ ഫീസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതെല്ലാം നമുക്ക് കാണാം. അതൊന്നും തന്നെ ആവശ്യമില്ല. ഇതിൻ്റെ തൊട്ടടിയിൽ തന്നെ അപ്ലൈ ഫോർ ദിസ് സർവീസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പോപ്പപ്പ് ആയി വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും.